ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എക്സാമിനോട് അടുക്കും തോറും നമുക്ക് ടെൻഷനാണ്. ഇനിയും തുടങ്ങിയില്ലല്ലോ, എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും, ഇത് എങ്ങനെ ക്രാക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നോട്ടാണെങ്കിൽ ഇല്ലതാനും, നോട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നറിയില്ല, ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്ന് കിട്ടുമെന്നറിയില്ല. ഒരു കാര്യത്തിലും യാതൊരു ക്ലാരിറ്റിയും ഇല്ലാതെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ അധിക പേരും വേറൊരു ജോബ് ഉള്ളവരായിരിക്കും, അതല്ലെങ്കിൽ ഒരു വീട്ടമ്മയായിരിക്കും. ഒരു വർഷം തന്നെ കയ്യിൽ കിട്ടിയാലും യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ പോകുന്ന ഒരു സ്വഭാവമുള്ളവരായിരിക്കും നമ്മൾ. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് ടൈം നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്. നോട്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് പഠിച്ചു തീർക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഇനിയും സമയമുണ്ടല്ലോ, നാളെ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ പ്രൊക്കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളുടെ വിലപ്പെട്ട സമയമാണ്. അസൈൻമെൻറ്റ് എഴുതുന്ന സമയം നമ്മൾ SLMമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് വളരെ പെട്ടെന്ന് തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി എക്സാമിന് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു സമയം എങ്ങനെ നമുക്ക് ബുക്കുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ച് നല്ല രീതിയിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാം, അത് എക്സാമിന് പഠിക്കാം. നമ്മുടെ സാധാരണ ഒരു പഠന രീതി അനുസരിച്ച് നമുക്ക് ബുക്സ് വായിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ SLM വായിച്ചാൽ മാത്രമേ നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബുക്കുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കാൻ സാധിക്കും, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇത് ഏത് ഭാഗത്തുള്ളതാണ്, ഇതിൽ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു നോട്ട് ബുക്ക് എടുക്കുക. അതിലായിരിക്കണം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാമഗ്രികളും അടുത്ത് തന്നെ വെക്കുക. അതിനുശേഷം നമ്മളുടെ ഓരോ ബ്ലോക്കും നമ്മൾ ഏത് സബ്ജക്റ്റാണോ പഠിക്കുന്നത് ആ സബ്ജക്റ്റിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എത്ര ബ്ലോക്കുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പേപ്പറിൽ ബ്ലോക്ക് 1 എഴുതാം. അതിനുശേഷം നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ബ്ലോക്ക് 1 എത്ര യൂണിറ്റുകളുണ്ട്, ആ യൂണിറ്റിൻ്റെ പേര് 1 by 1 നമുക്കൊന്ന് എഴുതി വെക്കാം. നമ്മുടെ ഓരോ ബ്ലോക്കും തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഉണ്ടാകും. ഇൻട്രൊഡക്ഷൻ, യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ഓരോ യൂണിറ്റും ഇതുപോലെ ഉണ്ടാകും. അപ്പോൾ അത് ഓരോന്നും ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കുക. ഇങ്ങനെ എഴുതുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, ഇതാണ് ഈ യൂണിറ്റിൻ്റെ പേര്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ യൂണിറ്റ് നമുക്ക് നോക്കിയാൽ മതി. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബ്ലോക്സിൻ്റെയും നമ്മുടെ നോട്ട് ബുക്കിലേക്ക് ഇങ്ങനെ മാറ്റി എഴുതി വെക്കുക. ഞാനിപ്പോൾ എഴുതുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയുടെ 021 ആണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്കുള്ളത്, എന്തൊക്കെ ടോപ്പിക്കാണ് നമ്മളുടെ SLM കവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാതെ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ചാപ്റ്റർ. ഇങ്ങനെ എഴുതി വെക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഒരു പ്രിൻ്റ് എടുത്താലും മതി. നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ നമ്മളുടെ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അതൊന്ന് പ്രിൻ്റ് എടുത്ത് വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും നമ്മളുടെ പ്രീവിയസ് ആയിട്ടുള്ള ഇപ്പോൾ 2024 എക്സാം എഴുതുന്ന ഒരാൾക്ക് അതിനു മുമ്പുള്ള ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ച് എല്ലാ ഭാഗവും ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതാണ് നമ്മളുടെ സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആ ഭാഗങ്ങൾ ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനും ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മുടെ സെർച്ച് എഞ്ചിനിൽ പോയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് കൊടുത്താൽ ഒരുപാട് ചാനൽസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും. അപ്പോൾ അതിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാകും. അതൊന്ന് നോട്ട് ചെയ്താലും മതി. ഞാനങ്ങനെ 021 ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കി പോയപ്പോൾ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയെടുത്തു. അതിനുശേഷം അതിലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ എടുക്കുന്നുണ്ട്. അതായത് എക്സ്പ്ലെയിൻ ദ ABC മോഡൽ, ഡിസ്ക്രൈബ് ടെക്നിക്സ് ആൻഡ് ഗോൾസ് യൂസ്ഡ് ഇൻ CBT. നമുക്ക് ABC മോഡൽ എന്താണെന്ന് അറിയണം, അതുപോലെ തന്നെ CBTക്ക് ഉപയോഗിക്കുന്ന ടെക്നിക്സും CBTയുടെ ഗോൾസുമാണ് നമുക്കറിയാനുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും യൂണിറ്റിൻ്റെയും പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പേരുള്ള ഏത് ചാപ്റ്ററാണ് നമുക്കുള്ളത് എന്ന് നോക്കുക.
അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് വന്നത് ബ്ലോക്ക് 2-ലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടാണ് CBT ചാപ്റ്റർ വരുന്നത്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബ്ലോക്ക് 2 എടുക്കുക. നമുക്ക് ആ യൂണിറ്റ് ഒന്ന് എടുത്തിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നോക്കാം. നമ്മുടെ എക്സാമിന് എത്ര സമയമുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ദിവസം മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നോട്ട്സ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ അത് പഠിക്കുകയും വേണം. അപ്പോൾ 2-3 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതിൽ തെറ്റില്ല. നമ്മൾ ബിഹേവിയറൽ തെറാപ്പി എന്നുള്ള ഭാഗം എടുക്കുന്നു. ഇൻട്രൊഡക്ഷനിൽ തന്നെ നമുക്ക് നമ്മളുടെ ഓരോ ടോപ്പിക്കിൻ്റെയും സബ് ഹെഡിങ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ട കാര്യം അതിലുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ ABCയെ കുറിച്ചും അതുപോലെ തന്നെ CBT ടെക്നിക്സിനെ കുറിച്ചും ഒക്കെ ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു ഭാഗമാണ് നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ബുക്സൊക്കെ വായിക്കാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. മലയാളത്തിൽ വേണമെങ്കിൽ മലയാളം എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ലഭിക്കും. അപ്പോൾ അതിൽ നിന്ന് ചെറിയ സമയമുള്ള വീഡിയോസ് ഫസ്റ്റ് സെലക്ട് ചെയ്യുക. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ പുസ്തകം ഒന്നും കൂടി ഒന്ന് വായിക്കുക. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ കുറച്ച് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാം. മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ SLMLനേക്കാൾ വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന തരത്തിൽ ചില യൂട്യൂബേഴ്സൊക്കെ നല്ല രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഒന്ന് നോക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. ചെയ്യേണ്ടത് നമ്മളുടെ ആ ഭാഗം എടുത്തതിന് ശേഷം നമ്മൾ ആ ഭാഗം ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ ലൈനായിട്ട് വായിക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത് അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം അതൊന്ന് നമുക്ക് പോയിൻ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ SLMൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചിലപ്പോൾ ഒരു പാരഗ്രാഫിൽ ഒരു പോയിൻ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ സമാധാനം കിട്ടും. കാരണം ഇത്രയേ ഉള്ളൂ ഇത് എന്ന് നമുക്ക് തോന്നും. ചില ടോപ്പിക്സുകൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകണമെന്നില്ല. ഒരു തവണ വായിച്ചാൽ മനസ്സിലാകില്ല, പിന്നെ 2-3 തവണ വായിച്ചാലായിരിക്കും അത് മനസ്സിലാവുക. അത്രയും ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല എങ്കിൽ നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൂഗിളിലോ സെർച്ച് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വളരെ ലളിതമായ രീതിയിൽ പറയുന്ന വീഡിയോസ് നമുക്ക് സജസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അത് ചെറിയ സമയത്തിനുള്ളത് കണ്ടിട്ട് ഒന്നുകൂടി നമ്മളുടെ ബുക്സ് വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇങ്ങനെയാണ് ഞാൻ സാധാരണയായി എൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യാറുള്ളത്. essay ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന് മുമ്പായിട്ട് നമ്മൾ പോയിന്റ് എഴുതുന്നതിന് മുമ്പായിട്ട് കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിക്കാനിരിക്കണം. ഇങ്ങനെ നിങ്ങൾ ഓരോ നോട്ടും പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.